ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പകാര്യങ്ങളെ വീണ്ടും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18 1 വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയർ 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നു, മടുത്തു പോകരുത്, പ്രാർത്ഥിക്കുക, മറുപടിയുണ്ട്. പരിശുദ്ധാത്മാ പറയുന്നു, ദൈവത്തെ അറിയിക്കുക, ഉത്കണ്ഠാകുലരാകരുത്, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ ദൈവം നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവത്തിൻ്റെ മറുപടികൾ ദൈവം നമുക്ക് നൽകിത്തരും. ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങൾ ദൈവം തന്നെ വിടുവിച്ചതിനെക്കുറിച്ച് തിരുവനന്തപുരം നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വേദഭാഗം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ദാവീദ് പറയുകയാണ്. അത്യുന്നതനായ ദൈവമാണ് എൻ്റെ ദൈവം. ആ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവമാണ്. തൻ്റെ മാരകമായ രോഗത്തിന് നടുവിൽ ദൈവം ഇറങ്ങി വന്ന് തന്നെ സൗഖ്യമാക്കിയത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇന്ന് മറ്റൊരു സാഹചര്യത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 34 സങ്കീർത്തനം അതിൻ്റെ 6-7 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. ദാവീദ് ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലായിത്തീർന്നു. എല്ലാ വഴികളും അടഞ്ഞു, രക്ഷപ്പെടുവാനുള്ള ഒരു സാധ്യതയുമില്ല എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. 34 സങ്കീർത്തനം പാടുന്നത് ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം വിടുവിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണ്. 34 സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്, ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് ദാവീദിനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് ദാവീദ് പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിലാണ് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 ശമൂവേൽ 21-ാം അധ്യായം 10 വാക്യങ്ങൾ. പിന്നെ ദാവീദ് പുറപ്പെട്ട അന്ന് തന്നെ ശൗലിൻ്റെ നിമിത്തം ഗത്ത് രാജാവായ ആഖീഷിൻ്റെ അടുക്കൽ ഓടിച്ചെന്നു. എന്നാൽ ആഖീഷിൻ്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദ് അല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് അവർ നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം ചെയ്തത് ഇവനെക്കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഖീഷിനെ ഏറ്റവും ഭയപ്പെട്ടു. അവരുടെ മുമ്പാകെ തൻ്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിൽ ഇരിക്കെ ബുദ്ധിഭ്രമം നടിച്ചു. വാതിലിൻ്റെ കതകളിൽ വരച്ച് താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. ആഖീഷ് തൻ്റെ ഭൃത്യന്മാരുടെ, ഈ മനുഷ്യൻ ഭ്രാന്തനെന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിനെ? എൻ്റെ മുമ്പാകെ ഭ്രാന്ത് കളിപ്പാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? എൻ്റെ അരമനയിലോ ഇവൻ വരേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയുന്നു. ആഖീഷ് ഗത്ത് രാജാവ് തന്നെ ആട്ടിപ്പായിച്ചപ്പോൾ ഓടിപ്പോകുന്ന വഴിയിൽ പാടിയ പാട്ടാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ ഉണ്ടായി നാട് വിട്ടുപോയ സന്ദർഭങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു ഭാഗം ചിന്തിച്ചതാണ്. ഇതിന് മറ്റൊരു സന്ദർഭത്തിൽ ദാവീദ് നാട് വിട്ടുപോയ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ നാട് വിട്ടു പോകാം
എന്ന് വിചാരിച്ച് അടുത്തത് പെലിസ്ത്യ ദേശമാണ്, അവിടെ ഓടിച്ചത്. കിന്നര വായനയിൽ നിപുണനാണ്, കൊട്ടാരങ്ങളിൽ സംഗീത കച്ചേരികളുണ്ട്. അങ്ങനെയുള്ള ഒരു മേഖലകളിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് വിചാരിച്ച് കിന്നരം വായിക്കുന്നവർക്ക് അവിടെ നല്ല ചാൻസ് ഉണ്ട്. ജോലി അന്വേഷിച്ച് താൻ അവിടെ കടന്നു ചെന്നു. ഇങ്ങനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ രാജാവിനെ കാണുവാൻ പട്ടാളത്തിലെ ചില ഉന്നതന്മാരായ ഓഫീസേഴ്സ് ആ സന്ദർഭത്തിൽ കടന്നു വന്നു. അവർ ദാവീദിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ട്. ഒന്നുകൂടെ അവർ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ചില വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഗോല്യാത്തിൻ്റെ കൂടെ കടന്നു ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ താഴെ നിന്ന് മുകളിലോട്ട് കയറി വരുന്ന ഒരു ഓർമ്മ അവർക്കുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ നേതാവിനെ, അവരുടെ ലീഡറിനെ കല്ലെറിഞ്ഞ് കൊന്ന് അവൻ്റെ തല വെട്ടിക്കൊണ്ടുപോയ കാഴ്ച ഇവർ കണ്ടതാണ്. അന്ന് ഇസ്രായേൽ കന്യാകുമാർ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടിയ പാട്ട് ഇവർ കേട്ടതാണ്. പെട്ടെന്ന് അവർ സൂക്ഷിച്ചു നോക്കി മനസ്സിലാക്കിയപ്പോൾ രാജാവിനോട് പറഞ്ഞു, ഇവനെ അറസ്റ്റ് ചെയ്യേ, പിടിക്കേ. ഇവൻ ഇസ്രായേലിലെ കന്യാകുമാർ പണ്ട് പാടിയ പാട്ടിലെ ആ താരമാണ്, ഇവനാണ് നമ്മുടെ നേതാവിൻ്റെ തലവെട്ടിയത്. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കൈകളിലിരിക്കുമ്പോൾ ബുദ്ധിഭ്രമം നടിച്ചു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു. നോക്കുക, ദാവീദ് ശത്രുരാജ്യത്ത് ചെന്നിരിക്കുകയാണ്. അവിടെ ലീഡറായിരിക്കുന്ന ഗോലിയാത്തിനെ കൊന്നയാളാണ്. ഇത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഭ്രാന്ത് പിടിച്ചു. ബുദ്ധിഭ്രമം നടിക്കുക മാത്രമല്ല, ബുദ്ധിഭ്രമം ഉണ്ടാകുകയാണ്. വിഭ്രാന്തനെ പോലെയായി, എല്ലാ സാധ്യതയും തീർന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന 56-ാം സങ്കീർത്തനം നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ ഹെഡിങ്ങിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. അപ്പോൾ ഗത്തിൽ വെച്ച് പിടിച്ച സന്ദർഭത്തിൽ ചമച്ച പാട്ടാണ് 56-ാം സങ്കീർത്തനം. അറസ്റ്റ് ചെയ്തപ്പോൾ നോക്കുക, പണ്ട് ഗോലിയാത്തിനെ കൊന്ന ദാവീദാണെന്ന് തിരിച്ചറിഞ്ഞ് ഇസ്രായേലിലെ പട്ടാളത്തിലെ ഓഫീസേഴ്സ് രാജാവിനോട് പറഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്തു. അവർ പിടിച്ചപ്പോൾ പാടിയ പാട്ട് 1-ാം വാക്യം, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടപെടാതെ പൊരുത് എന്നെ ഞെരുക്കുന്നു. എല്ലാവരും കൂടെ കൂട്ടമായി തന്നെ വിഴുങ്ങാൻ വരുന്ന പോലെ ആളുകൾ വന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നെ വിടുവിക്കണമേ. 8-ാമത്തെ വാക്യം, നീ എൻ്റെ ഉഴച്ചുകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അതിൻ്റെ പുസ്തകത്തിലില്ലയോ. 11-ാം വാക്യം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും. നോക്കുക, അതിൻ്റെ നടുവിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്തു. രാജഭരണമാണ്, വിലങ്ങുകളൊന്നും അല്ല വെക്കുന്നത്. കുറ്റക്കാരെന്ന് കണ്ടാൽ രാജാവിന് ഏത് തീർപ്പും കൽപ്പിക്കാം. തലവെട്ടാം, കൈകാലുകൾ തല്ലി ഒടിക്കാം, ഓടിപ്പോകാതിരിക്കാൻ കാലുകൾ തല്ലി ഒടിക്കാം. ഇങ്ങനൊരു വ്യക്തിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് അവൻ്റെ കാല് തല്ലി ഓടിക്കുക. അതുകൊണ്ടാണ് ദാവീദ് 34-ാം സങ്കീർത്തനത്തിൽ വിടുതൽ കിട്ടി വരുമ്പോൾ താൻ പാടുന്ന പാട്ട് 19-ാം വാക്യം, നീതിമാന അർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നു, അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. നോക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ രാജഭരണമായതുകൊണ്ട് ആദ്യം കാല് തല്ലി ഓടിക്കും, ഓടിപ്പോകാതിരിക്കാൻ. എന്നാൽ തൊടാൻ ദൈവം സമ്മതിച്ചില്ല. ഇവിടെ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു. 6-ാം വാക്യത്തിൽ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. സകല കഷ്ടങ്ങളും. ദാവീദ് വലിയ കഷ്ടത്തിലായ സന്ദർഭമാണ്, ഭയപ്പെട്ടു പോയ സന്ദർഭമാണ്. അതിന് നടുവിൽ നിന്ന് ദൈവം തന്നെ രക്ഷിച്ചു. അതിന് 4-ാം വാക്യത്തിൽ ഇരിക്കുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ദാവീദ് ഭയപ്പെട്ടു പോയി എന്ന് നമ്മൾ
ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിച്ചു. ഭയപ്പെട്ടു പോയി. ആരാ ഭയപ്പെടാതിരിക്കുന്നത്? ഇനി എന്താ വഴി? ആർക്ക് സഹായിക്കാൻ കഴിയും? ശത്രുരാജാവിൻ്റെ മുമ്പിൽ കുറ്റക്കാരനായി പിടിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ നേതാവിൻ്റെ തല വെട്ടിയവൻ ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല, ഒരു പഴുതുമില്ല. ഭയപ്പെട്ടു പോയി. അറസ്റ്റ് ചെയ്തിരിക്കുക. അവിടെ കടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇതിൻ്റെ 18-ാം വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ യഹോവ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഈ അടുത്ത സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് 2 പാർട്ടിയിലും UDF ലും LDF ലും അദ്ദേഹത്തിന് അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആദ്യം വായിച്ച വാക്യം ഇതാണ്, ഞാൻ TV-യിലൂടെ ശ്രദ്ധിച്ചതാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ ദൈവം രക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ആര് കൈവിട്ടാലും എൻ്റെ ദൈവം കൈവിടുകയില്ല. ഞാൻ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു, യഹോവ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വേണ്ട വലിയ ഭൂരിപക്ഷത്തിൽ ഏകനായി കഴിഞ്ഞ ദിവസം ജയിച്ചത് നമ്മൾ TV-യിൽ കണ്ടതാണ്. അപ്പോൾ ഒരാൾ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന് നമ്മൾ കൺമുൻപിൽ കാണത്തക്ക വിധത്തിൽ ഞാൻ നേരിട്ട് TV-യിലൂടെ അദ്ദേഹം ഈ സങ്കീർത്തനത്തിൻ്റെ ഭാഗം വായിച്ചു പറയുന്നത് കേട്ടത്. എൻ്റെ ദൈവം എനിക്ക് ജയം തരും. 4 പേരെ മത്സരിച്ചെടുത്ത് UDF LDF NDAയും മത്സരിച്ച സന്ദർഭത്തിൽ ഏകനായി നിന്ന് വലിയ ഭൂരിപക്ഷത്തെ ജയിച്ചു. ദൈവം ഈ വാക്യമാണ് ഉദ്ധരിച്ചത്. ഞാൻ ഓർപ്പിച്ചത്, ആര് ഹൃദയം നുറുങ്ങിയാലും ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വരും, അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഹൃദയം നുറുങ്ങി. വിടുവിപ്പാൻ ആരുമില്ല, ആരും സഹായിപ്പാനില്ല. അത്യുന്നതനായ ദൈവത്തെ ദാവീദ് വിളിച്ചപേക്ഷിച്ചു. അയ്യോ, ഇതിൻ്റെ മുമ്പിൽ നിർവഹിച്ചു തരാൻ കഴിയുമോ? സകലതും നിർവഹിക്കുന്ന ദൈവമാണ്. ഇതിൻ്റെ മുമ്പിൽ എങ്ങനെ നിർവഹിക്കാൻ? ആര് വന്ന് സഹായിക്കാനാ? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ വിടുതൽ പ്രാപിച്ച് രക്ഷപ്പെട്ട് ഓടിപ്പോകുമ്പോൾ ദാവീദ് പറയുന്ന, ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചെന്നെ വിടുവിച്ചു. ദൈവത്തിന് ദൂതന്മാർ വരുമ്പോൾ വിവിധ നിലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ രാജാവിന് അന്ധത കൊടുത്തു. രാജാവിൻ്റെ ബുദ്ധിയെ ദൈവം തൊട്ടു. ദൂതന്മാർ വന്ന് തൊട്ടു. അവരുടെ നേതാവിനെ കൊന്ന കൊലയാളി എന്ന് പട്ടാളത്തിലെ ഓഫീസർമാർ പറഞ്ഞ ആ ദാവീദിനെ ചോദ്യം പോലും ചെയ്യാതെ ഗെറ്റ് ഔട്ട് പറഞ്ഞ് എവിടെയെങ്കിലും കണ്ടേക്കരുതെന്ന് ഓടിച്ചു കളഞ്ഞു. അവിടുന്ന് ദാവീദ് ഓടിപ്പോകുമ്പോൾ പാടിയ പാട്ടാണ്. അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോകുമ്പോൾ പാടിയ പാട്ടാണ്. പാടിയ പാട്ടിൽ ആദ്യത്തെ പാട്ട് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ദാവീദും നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ്. ദാവീദ് ആ പാട്ട് പാടാനുള്ള പശ്ചാത്തലം എൻ്റെ ചിന്തയിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദാവീദ് ദൈവത്തിന് വേണ്ടി ഒത്തിരി പാട്ട് പാടിയിട്ടുള്ള ആളാണ്. ഒരുപാട് ദൈവത്തെ ആരാധിച്ചിട്ടുള്ള ആളാണ്. ദൈവത്തിൻ്റെ കാര്യത്തിന് ഒത്തിരി താല്പര്യം കൊടുത്ത ആളാണ്. ദൈവത്തിൻ്റെ അഭിഷക്തനാണ്. വെല്ലുവിളിച്ച ഗോലിയാത്തിനെ കല്ലെറിഞ്ഞ് കൊന്നയാളാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ആളാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് അവസാനം ഈ ഗതി വന്നല്ലോ, എല്ലാ വഴികളും അടഞ്ഞല്ലോ. സ്വന്തമായി ചിന്തിച്ച് കാണും, ഇനി ഞാൻ ഒരിക്കലും ഈ ദൈവത്തിന് വേണ്ടി പാടത്തില്ല. ഈ ദൈവത്തിന് വേണ്ടി പാടിയിട്ട് എനിക്ക് എന്താ ഗുണം? അവസാനം ഇതാണല്ലോ സംഭവിച്ചത്. ഇനി ഞാൻ പാടത്തില്ല, ഇനി ഞാൻ സ്തുതിക്കത്തില്ല, ഈ ദൈവത്തെ സ്തുതിക്കത്തില്ല എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൂടെ ചിന്തകൾ കടന്നുപോയി കാണും. അതുകൊണ്ട് വിടുതൽ പ്രാപിച്ചപ്പോൾ ഒരു കുറ്റബോധം എന്നുള്ള നിലയിൽ അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ഇല്ല, ഞാൻ പാട്ട് നിർത്തത്തില്ല, ഞാൻ ആരാധന നിർത്തത്തില്ല, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ആ ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും, എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും
എന്ന് പറഞ്ഞാണ് താൻ ഓടിപ്പോകുമ്പോൾ പാടുകയാണ്. ഒരു കുറ്റബോധത്തിൽ ഏറ്റുപറച്ചിൽ പാട്ടിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്ന എളിയവർ അത് കേട്ട് സന്തോഷിക്കുക, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, ദൈവം എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയവും തന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശനായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവം. യഹോവയുടെ ദൂതൻ ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. അപ്പോൾ പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവമാണ്. താൻ ഓടിപ്പോകുമ്പോൾ, വലിയ ഒച്ചത്തിൽ പാട്ടുപാടി പോകുമ്പോൾ ആളുകളെല്ലാം നോക്കി നിൽക്കുകയാണ്. ശബ്ദം കേട്ട് ആളുകൾ ഇറങ്ങി നിൽക്കുമ്പോൾ അവരെല്ലാം നോക്കി ഓട്ടത്തിൽ പാടുകയാണ്, എന്നോട് ചേർന്ന യഹോവയെ മഹിമപ്പെടുത്തുകയും. സന്തോഷം കൊണ്ട് പറയും, എന്നോട് ചേർന്ന യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ചവനെ നാമത്തെ ഉയർത്തുക എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ജീവിതത്തിലെ, തൻ്റെ ഹൃദയത്തിലെ വലിയ സന്തോഷം കൊണ്ട് ദൈവത്തെ ഉയർത്തുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഓടിപ്പോവുകയാണ്. നോക്കുക, ദാവീദിൻ്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്നു. എല്ലാ സാധ്യതകളും തീർന്നുവെന്ന് തോന്നി, എല്ലാ വഴികളും അടഞ്ഞെന്ന് തോന്നി. എന്നാൽ ഇന്ന് എനിക്ക് പറയാനുള്ളത്, എല്ലാ വഴികളും അടഞ്ഞെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ വഴി നമുക്ക് വേണ്ടി തുറക്കും. ദൈവം തന്നെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. വിടുതൽ പ്രാപിച്ചത് ദാവീദ് സന്തോഷത്തോടുകൂടെ പാടിക്കൊണ്ടു പോവുകയാണ്. നമ്മുടെ നിലവിൽ മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവം, അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മറ്റൊരു ഭാഗം കൊണ്ട് നമ്മൾ ഇതോടൊപ്പം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് ഫിലോമോൻ എന്ന വ്യക്തിക്ക് വേണ്ടി ഒരു കത്തെഴുതി. ഒരു അധ്യായമേ ഉള്ളൂ. അതിൽ 22-ാമത്തെ വാക്യം, ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെ കുറ്റക്കാരനെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു, ജയിലടച്ചു. 3-ാമത്തെ മിസ്രയാത്ര കഴിഞ്ഞ് യെരുശലേമിൽ വന്ന് അപ്പോസ്തലന്മാരെ കണ്ട് അടുത്ത മിസ്രയാത്രയ്ക്ക് വേണ്ടി പുറപ്പെടാൻ ആഗ്രഹിച്ച് വന്നപ്പോൾ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. ദേവാലയത്തിൻ്റെ പുറത്ത് ജാതീയനായ ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നത് യഹൂദന്മാർ കണ്ടിട്ട് പൗലോസ് അപ്പോസ്തലൻ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ട് നിൽക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, ജാതീയനായ ഒരാളെയും കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഈ മനുഷ്യൻ വന്ന് ഈ ദേവാലയം അശുദ്ധമാക്കി തീണ്ടിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. അന്ന് ദേവാലയത്തിൽ അനേക സ്ഥലങ്ങളിൽ നിന്ന്, അനേക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ, യഹൂദന്മാർ ചിതറിപ്പാർക്കുന്നവർ പെരുന്നാളുകൾക്ക് ദേവാലയങ്ങൾ എത്തിച്ചേരാറുണ്ട്. ജാതികളായ ആളുകളും ആ ദേവാലയത്തിൽ വരാറുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക മുറ്റം, പ്രാകാരം, യഹൂദന്മാർക്ക് പ്രത്യേക സ്ഥലം, യഹൂദന്മാരുടെ പ്രാകാരവും ജാതികളുടെ പ്രാകാരവും ഒക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഈ യഹൂദനായ പൗലോസ് ജാതീയനായ ഒരുത്തനെയും കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വന്ന് ഇത് അശുദ്ധമാക്കി എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ വലിയ കൂട്ടം ആളുകൾ പെരുന്നാളിന് വന്നിരിക്കുകയാണ്. ആളുകളെല്ലാം കൂടെ ബഹളം കേട്ട് ഓടിക്കൂടി പൗലോസിനെ പിടിച്ചു, ആളുകളെല്ലാം കൂടെ അടിച്ചു. വലിയ ബഹളമായപ്പോൾ പൗലോസിനെ അറസ്റ്റ് ചെയ്തു കോട്ടയിലാക്കി. അങ്ങനെ ചെയ്യാത്ത കുറ്റം ചുമത്തി കേസ് അവരുണ്ടാക്കി. വർഗീയ കലാപം രാജ്യദ്രോഹ കുറ്റമാണ്. വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ ധാരാളം ആളുകൾ
കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, രാജ്യത്തെ സമാധാനം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. രാജ്യദ്രോഹ കുറ്റമായിട്ട് അന്നും ഇന്നുമെല്ലാം നിയമങ്ങളായിട്ട് ഭരണഘടനകളിൽ എല്ലാ രാജ്യവും രേഖ ചേർത്തിരിക്കുന്നതാണ്. ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം എന്നുള്ള നിലയിൽ വലിയ കലാപം ഉണ്ടാക്കുവാൻ ജാതീയനെ കൊണ്ടുവന്ന് ഈ ദേവാലയം തീണ്ടിച്ചു അശുദ്ധമാക്കി എന്നുള്ള കുറ്റം തന്നെ മേൽ ചുമത്തി ആ കേസ് കോടതിയിൽ വിസ്തരിച്ച് തന്നെ ജയിലിൽ അടയ്ക്കുവാനുള്ള ശ്രമമാണ്. കള്ളസാക്ഷികളെ കൊണ്ടുവന്ന്, വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന്, അന്ന് ഗവർണർമാരുടെ മുമ്പിലാണ് ഈ കേസുകൾ വരുന്നത്, അവരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി പൗലോസ് അപ്പോസ്തലനെ ജയിലടയ്ക്കുവാനുള്ള ശ്രമം നടക്കുമ്പോൾ അദ്ദേഹം കൈസറാണ് സുപ്രീം കോർട്ടിലെ അധികാരി, ഏറ്റവും സുപ്രീം കോർട്ട് കൈസറാണ് ഭരിക്കുന്നത്, രാജഭരണമാണ്. കൈസറെ അഭയം ചൊല്ലി അപ്പീൽ കൊടുത്തു. അങ്ങനെ തന്നെ റോമിൽ കൊണ്ടുവന്ന് അവിടെ പ്രത്യേകമായി ജയിലിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കൂലിക്കെടുത്ത വീട്ടിൽ ചങ്ങല ധരിച്ചുകൊണ്ട് പടയാളികളുടെ കാവലിൽ അദ്ദേഹം താമസിക്കുക. പ്രവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലാണ് താൻ റോമിലായിരിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേസെല്ലാം തനിക്കെതിരാണ്, കള്ളസാക്ഷികളുണ്ട്, പണം കൊടുക്കുവാൻ ആളുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തന്നെ ശിക്ഷിക്കുമെന്നുള്ള ഒരു ചിന്തയിൽ രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ട് വധശിക്ഷയാണ് വിധിക്കുന്നത്. ഇപ്പോൾ കള്ളസാക്ഷികളെ കൊണ്ട് കേസ് പറഞ്ഞ് അവർ ജയിച്ചാൽ തനിക്ക് വധശിക്ഷയാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ താൻ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് കേസിൻ്റെ പരിഹാരമെന്ന് അറിയാൻ കഴിയില്ല. ആ സന്ദർഭത്തിൽ ഫിലിപ്പിയ സഭയ്ക്ക് താൻ കത്തെഴുതുമ്പോൾ താൻ ഇങ്ങനെയാണ് എഴുതുന്നത്. 1-ാം അധ്യായം 21 മുതലുള്ള വാക്യം: എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പോൾ ഒന്നുകിൽ വധശിക്ഷയായിരിക്കും, ചിലപ്പോൾ കേസ് തള്ളിപ്പോയാൽ തന്നെ വെറുതെ വിടുന്നില്ല, ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. കൂടുതലും സാധ്യത വധശിക്ഷയ്ക്കാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ ഫിലോമോന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കത്ത് എഴുതി കൊടുത്തു വിടുകയാണ്. കത്തെഴുതി കൊടുക്കുമ്പോൾ അദ്ദേഹം പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. എല്ലാ സാധ്യത തീർന്നു, ജയിലിലായിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ വിടുവിക്കപ്പെടും. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പവർ നോക്കുക, പ്രാർത്ഥനയ്ക്കുള്ള ശക്തി നോക്കുക. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ വിടുവിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കുക. ഇന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പിതാവേ, മാതാവേ, സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, നമ്മൾ ഏത് സാഹചര്യത്തിൽ കടന്നു പോയാലും നാം പ്രാർത്ഥിക്കുമ്പോൾ അതൊന്ന് വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. എല്ലാ സാധ്യതകളും അടഞ്ഞു എന്ന് ചിന്തിച്ച സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം എന്നെ വിടുവിക്കും, എനിക്ക് പാർപ്പിടം ഒരുക്കുക എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിലും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, രക്ഷപ്പെടുകയില്ല എന്ന് ചിന്തിച്ചു. ആ സമയത്ത് അവിടുത്തെ രാജാവ് തന്നെ ആട്ടിപ്പായിച്ച് കളഞ്ഞു. ഓടിക്കോ, ഇവിടെ അങ്ങ് നിൽക്കരുത് എന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ച് കളഞ്ഞ സന്ദർഭത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം പാടിയ പാട്ട് നമ്മൾ ചിന്തിച്ചല്ലോ. ഏത് സാഹചര്യത്തിലും ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. ഏത് രോഗമാണെങ്കിലും ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. ദൈവം നമ്മുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ദൈവമാണ്, സകല രോഗങ്ങളും സൗഖ്യമാക്കും. പുതിയ പുതിയ രോഗങ്ങളൊക്കെ ഇന്ന് ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മെഡിസിനുകളൊന്നും കണ്ടുപിടിക്കുവാൻ ഇന്ന് മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബൈബിൾ പറയുന്നു, ഏത് രോഗമാണെങ്കിലും സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. ദാവീദിൻ്റെ രോഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. ആ രോഗത്തിൻ്റെ പേരില്ല, ദുർവ്യാധി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അലറുകയും ചീഞ്ഞു നാറുന്ന അനുഭവങ്ങളും വശം കെട്ടിരിക്കുന്ന അനുഭവം, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ഏത് പുതിയ പുതിയ രോഗങ്ങളാണെങ്കിലും ദൈവത്തിന് വിടുവിക്കാൻ കഴിയും, ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും, ദൈവത്തിന് ഉദ്ധരിക്കുവാൻ കഴിയും. ദാവീദിൻ്റെ ശത്രുക്കൾ ദാവീദിന് എഴുന്നേൽക്കയില്ല എന്ന് ചിന്തിച്ച് പരിഹസിച്ച് നടക്കുമ്പോൾ ദാവീദ് പറയുന്നു, ദൈവമേ അവിടുന്ന് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു,
എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ അവിടുന്ന് ഇടയാക്കിയില്ല. സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് എത്ര പേർ വിശ്വസിക്കും? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കും? നീ കിടക്കുന്ന കിടക്കിൽ ദൈവത്തിന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. നിൻ്റെ മാരക രോഗത്തിന് ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും. എത്ര വലിയ രോഗമാണെങ്കിൽ ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും. ഹിസ്കിയാവിൻ്റെ ആയുസ് നീട്ടിയ ദൈവമാണ് നമ്മുടെ ദൈവം. നിൻ്റെ ആയുസ്സിനെ നീട്ടിത്തരുവാൻ കഴിയും. നിൻ്റെ ജോലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി തരുവാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ കടബാധ്യതകളെല്ലാം പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ ഭവനത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ കുഞ്ഞുങ്ങളെ വിവാഹം നടത്തി തരുവാൻ ദൈവത്തിന് കഴിയും. അവരുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ നന്മകൾ തരുവാൻ ദൈവത്തിന് കഴിയും. ഏത് മണ്ഡലത്തിലാണ് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നീ ആത്മീയ മണ്ഡലമാണോ? ആത്മീയ ശുശ്രൂഷ മണ്ഡലത്തിൽ നീ പരാജയപ്പെട്ടിരിക്കുന്നോ? ദൈവത്തിന് നിന്നെ ഉദ്ധരിക്കുവാൻ കഴിയും. ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ കഴിയും. ഇന്നുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ നിന്നെക്കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പിക്കുവാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ, ദൈവം നമുക്ക് കൊണ്ട് ചെയ്യുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. കാരണം നമ്മൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ദൈവം ചെയ്യും. കാരണം കണ്ടെങ്കിലേ നമുക്ക് വിചാരിക്കാനൊക്കത്തുള്ളൂ, കേട്ടെങ്കിലേ വിചാരിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കൂടെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇതൊന്നുമില്ലാത്തത്, ഇന്ന് വരെ ആരെക്കൊണ്ട് ചെയ്യിച്ചിട്ടില്ലാത്തത്, സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയും, വിശ്വസിക്കാൻ കഴിയും. നമുക്കൊന്നിച്ച് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളൊന്നിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ദാവീദിന് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവമേ, പൗലോസ് അപ്പോസ്തലന്റെ വിഷയത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും പേര് വരാ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഏത് മണ്ഡലത്തിലാണ് മറുപടികൾ പ്രതീക്ഷിക്കുന്നത്, വിടുതൽ പ്രതീക്ഷിക്കുന്നത്, അതാത് സ്ഥലത്ത്, അതാത് സമയത്ത്, അതാത് വിഷയത്തിലെ മറുപടികളെ അവിടുന്ന് വെളിപ്പെടുത്തണം. ഫോണിലൂടെ കേൾക്കേണ്ട മറുപടികൾ ഫോണിലൂടെ കേൾക്കുവാൻ ഇന്ന് തന്നെ സഹായിക്കണമേ. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്താണ്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനാ സ്തോത്രം ചെയ്തു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നും